സമയം രാവിലെ 5 മണി ആയതുള്ളൂ കേട്ടോ. ചിക്കും പിള്ളേരും നല്ല ഉറക്കത്തിലാണ്. ഭയങ്കര രസമുണ്ടല്ലേ. അവിടെ വെച്ച് ടൈം ലാപ്സ് എടുക്കുവാണ്, നല്ല രസമായിരിക്കും. സമയം 7 മണിയായി കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. വീട്ടിൽ പോകണ്ടേ? ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾക്ക് ഉടുപ്പില്ല, പുതപ്പ്. അവർക്ക് നല്ല ഉടുപ്പ്, പുതപ്പില്ല. കുട്ടി നീ ഇന്നലെ എന്നോട് ചോദിച്ച നിന്റെ ചൂട് എനിക്ക് ചൂട്. അത് മീന് ചേട്ടൻ രാത്രി ചിക്കു സ്ലീപ്പിംഗ് ബാഗിനകത്ത് കിടക്കുന്നു. ഇവൻ സൈഡിൽ സ്ലീപ്പിംഗ് ബാഗൊന്നും ഇല്ലാണ്ട് ഇവൻ പുതപ്പ് പൊതിക്കല്ല, പുതപ്പ് ചോട്ടിക്കളയും. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗിന്റെ അകത്ത് ഇട്ടിട്ട് മീനുണ്ട്. പുള്ളി ചവിട്ടി കളഞ്ഞ് എന്നെ നിർമ്മിച്ചു. പപ്പ പിടിക്കാൻ പറ്റത്തില്ല. നോക്കടാ ഇഷ്ടം കാണണോ? മീൻ തീറ്റ തിന്നാൻ പറ്റാൻ കാണണോ? വാ പിടിച്ചാനാണ്. എടാ പിടിച്ചാനല്ല, പിടിക്കാൻ. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് നീ എന്നെ വലിയ അപ്പൂപ്പനാകുമ്പോഴും പിടിച്ചാൻ എന്നെ എല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊഞ്ചു പോലെ പറഞ്ഞിട്ടുണ്ടിരുന്നു. അതാണ് പുള്ളി പിടിച്ചാൻ എന്ന് പറയണേ. അതെ പിടിച്ചു, പിടിക്കാൻ, പിടിച്ച് എല്ലാം ചായ ആയിപ്പോയി. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോ? വെള്ളമാണോ? വെള്ളത്തിന് ചൂടുണ്ടായിരുന്ന രാവിലെ. വെള്ളമാണോ? അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോണ്ട. കാല് നനയും രാവിലെ. മീന് കാണണോ? മീൻ കാണാൻ പോണോ? വാ കാണിക്കാൻ പാപ്പ എടുത്തോണ്ട് വാ. പക്ഷെ മീനെ കണ്ടോ? ആ മീന് മീനാണോ? കണ്ടോ മീനെ കണ്ടോ? വെച്ച് കണ്ടോ? മീനെ കണ്ടോ? താഴെ പോകാൻ പറ്റത്തില്ല. ആള് ചക്കി എണീക്ക്. എന്നാ അതിനെ പറ്റിയിരിക്കുകയാണോ? അമ്മ ഇരിക്കുന്നുണ്ടോ? അമ്മ ഇരിക്കുന്നുണ്ടോ? എന്നാ പറഞ്ഞ ജോണിക്കുട്ടി? ബസ്സുകുട്ടിക്ക് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വിടുന്നല്ലേ? എടുത്തോ. എണീക്ക് നമുക്ക് പോകണ്ടേ?
ഞാൻ ഇവിടെ പോവാണേ. ഇവിടെ താഴെ വീഴിക്കും കേട്ടോ. അവൻ പുറകിലോട്ട് അടിച്ചു. അമ്മ ഡേഞ്ചർ എന്താണെന്ന് അറിയണം. ഈ ബ്ലാക്ക് ബ്ലാക്ക് പുറത്തേക്ക് കാണിച്ചാൽ മതി. വെയിലങ്ങ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പാക്കിംഗ് ഒരു വഴിയിൽ നിന്ന് നടക്കുന്നു. കുട്ടി ഇത്രയും നേരം വെള്ളത്തിലായിരുന്നു, ഇപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോയി. എന്തായി, റെഡിയാണോ പോകാൻ? ഇനി ഒന്നുകൂടെ വരണമെന്നുണ്ടോ ഇവിടെ ചെക്കി? വരണമെന്ന് ആഗ്രഹമുണ്ടോ? നൈറ്റ് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ മാട്രസ് എടുക്കണം ഈ വട്ടം. ഇനി ഇത് പ്രാവശ്യം അത് വേണം. അയ്യോ ഇതേണ്ട, അത് വെള്ളത്തിലോട്ട് ഇറങ്ങണം. വെള്ളത്തിലോട്ട് ഇറങ്ങാനാ. പോയി പിടിക്കട്ടെ ഞാൻ അവനെ. എസക്കുട്ടി രാവിലെ ഒന്നും കൂടെ വെള്ളത്തിൽ ഇറക്കി. നമ്മൾ എല്ലാ ഇറക്കിയതല്ല, അവൻ ഇറങ്ങിയതാണ്. ഇറങ്ങാതെ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ വേസ്റ്റുകളൊക്കെ എടുത്തു. ഇത് നമ്മൾ ഉണ്ടായിരുന്ന വേസ്റ്റ് കെട്ടിയെടുത്തിട്ടുണ്ട്. പൂല നമ്മളാ ടോയിനും കാല് കാണിച്ചിരാവേ. അടി എന്താ സന്തോഷം. ഇന്നലെ എൻജോയ് ചെയ്തു, ഇന്ന് എൻജോയ് ചെയ്തു. കൊച്ചങ്ങ് ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ഇന്ന് ഇച്ച വെള്ളം കുടിച്ചോ? ലേക്കിലെ വെള്ളം വാരി കുടിക്കുമായിരുന്നു. കുടിക്കാൻ ശ്രമിച്ചു, കൊടുത്തില്ല അല്ലേടാ. അപ്പൊ നമ്മള് ഫ്രഷ് അപ്പ് ആയി, നമുക്ക് പോവായിന്. അതിന്റെ ലോക്ക് നമുക്ക് നമ്മൾ കൊണ്ടുവന്നതിനേക്കാളും സാധനങ്ങളാണല്ലോ പോകാൻ നേരത്ത്. അതിനനുസരിച്ച് കൊണ്ടുവന്ന് പടിക്ക് പിറക്കി കൊണ്ടുവന്നു. തിരിച്ചു പോകുന്ന നേരത്ത് എല്ലാം കൂടെ വാരി എടുത്തോണ്ടാ. അതായത് 3-4 ദിവസത്തേക്ക് ഒരിടത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്നതിന് ഒരു ഗുണമുണ്ട് അല്ലേ? പക്ഷേ ഇതൊരു ദിവസത്തേക്കുള്ള ഉണ്ടായിരുന്നു സംഭവം. ആണോ? ഒരു ദിവസം ഒന്നുകൂടെ വരാനുണ്ട്. അത് വേറെ സ്ഥലത്ത് പോകാം. അവളെ എങ്ങനെയുണ്ടായിരുന്നു? ഉറങ്ങിയത് നിങ്ങളാ? പക്ഷെ എനിക്ക് വീഡിയോ പറയാൻ പറ്റും, എനിക്കറിയില്ല. എനിക്ക് മുള്ളാൻ പോണായിരുന്നു. ഫുൾ രാത്രി അത് പിടിച്ചിരിക്കണായിരുന്നു. അത് കിടക്കാൻ നേരത്ത് ചോദിച്ചല്ലായിരുന്നോ? അത് പക്ഷെ ആ സമയത്ത് പക്ഷെ മിറർ സ്ഥലമായിട്ട് എനിക്കും വന്നോണ്ടിരുന്നു. അപ്പൊ ഞാൻ പിടിച്ചിരുന്നു. പോട്ടോ, കോമഡി ആയിരുന്നു. ബൈ ബൈ. പോവാ നമ്മള്. ഷോക്ക് അടിച്ച പോലെയാണല്ലേ. നൈറ്റ് ഡ്രസ് ഇട്ടുണ്ടാവും. പുറത്തൊന്നും ഇറങ്ങുന്നില്ല. ഇവിടെ 40 കിലോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു റാപ്സീഡ് ഓയിലിൻ്റെ ആന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോ. കടുകൊന്നുമല്ല കേട്ടോ, കടുകൊന്നുമല്ല. ഇതിപ്പോൾ ഒരു ട്രിപ്പ് അവരെടുത്തിട്ട് ബാക്കിയുള്ളത് നിൽക്കുന്നതായി കാണുന്നത് കണ്ടോ. ഓയിലുണ്ടാക്കാൻ ഇതവരെ കൂടുതലും കൃഷി ചെയ്യുന്നത്. അങ്ങനെ കുടുംബത്തിൽ കയറി ചായ ഇടുക അല്ലേ? കഴിച്ചിട്ടോ? അവിടെ ഒരു 11 മണി വരെ കിടന്നുറങ്ങാൻ ഓർത്ത് പോകുന്നതാണ്. 5:30 ആയപ്പോൾ തന്നെ മുകളിലേക്ക് വെയിലങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങള് പക്ഷെ വെയില് വന്നതിന് ശേഷം അതിനുള്ളിൽ കിടക്കാൻ സുഖമായിരുന്നു. ഒരു അരമണിക്കൂർ എനിക്ക് കിടക്കാൻ പറ്റി കാണാൻ. നമ്മള് രാവിലെ പോകുന്നല്ലോ ഇങ്ങോട്ട്. ഭയങ്കര ക്ഷീണമൊക്കെ കാരണം ഇന്ന് നമ്മൾ കുക്ക് ചെയ്തില്ല. നമുക്ക് സ്ട്രോബെറി പറിക്കാൻ പോയാലോ? സ്ട്രോബെറി പറിക്കാൻ പോ. പിന്നെ പിസ്സ ഓർഡർ ചെയ്തു. ഏതാ ഇത് ഒഴിച്ചു വെച്ച? ഇതാ നല്ലത്. ചീസിന്റെ ചീസും മറ്റേ ചിക്കനൊക്കെ ഉള്ളത്. ചിക്ക ഇല്ല, ചൂടില്ല. എങ്ങനെയാ കയറണേ? നീ എങ്ങനെയാ കയറണേ? നമ്മള് പുറത്തു പോയി, നല്ല വെയിലാണ്. അപ്പൊ പിച്ച കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെന്ന്. അപ്പോഴേക്കും ജോണിക്കുട്ടി ചെടിയുടെ പൈപ്പൊക്കെ എടുത്തോണ്ട് പുറത്തു പോയി പച്ചക്കറിയുടെ അവിടെ ഒഴിച്ചു. ഇപ്പൊ മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വള്ളി നല്ലതായിട്ട് അങ്ങ് എത്തിച്ച് വലിക്കണം. ഇത് എങ്ങോട്ടേക്ക് കയറണം? താഴെ ഇറങ്ങി എസക്കുട്ടി താഴെ ഇറങ്ങി വീഴും. ഈ പുറത്തിരിക്കണതൊക്കെ ഇടയ്ക്ക് ചാറ്റൽ മഴയൊക്കെ വരുമ്പോൾ അങ്ങ് നനയുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ തൂക്കിയിട്ടേക്കുന്നതിൻ്റെ അകത്ത് വെള്ളം വീഴുന്നില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാടിപ്പോവും വെയിൽ കൂടി കഴിയുമ്പോൾ. ഇന്നലെ നല്ല വെയിലായിരുന്നല്ലോ. അപ്പം
നീ മറിഞ്ഞ് വീഴും. മേളിൽ ആണ്ടെ പുള്ളി കറക്റ്റ് കയറി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറെ നാളെ നിൽക്കുന്നു വെള്ളം ആവശ്യമായി കഴിഞ്ഞാല്. ചേട്ടൻ വെള്ളം ഒഴിക്കാൻ പോയതാ. കൊച്ചിന് വെള്ളം ഒഴിക്കണോ? പോ നമുക്ക്. അതൊന്നും ഷൂസ് ഒന്നും എടുക്കണ്ട, ഷൂസ് ഇടണ്ട, നമുക്ക് പോകാം. ഷൂസ് ഇടണ്ട, ചെരുപ്പിട്ടാ മതി. ഷൂസ് ഇടണ്ടെന്നേ യശക്കുട്ടി, ഷൂസ് ഇടണ്ടെന്നേ. ഷൂസ് ഇട, 2 കാലിലും ഇട്. ചെരുപ്പിട്ട് ഈ കാലിലിട്. ഇങ്ങനെ ഇട്. ആ കാല ചൂച്ച് തിരിഞ്ഞു പോയി. ഓ ശരിയിട്. പോകാം നമുക്ക്. പോകാം. ഓ ശരിക്കും കയറ്റിയിട്. എന്തിനാ ഇവിടെ കയറിയിരിക്കണ? എന്തിനാ? വണ്ടി ഓടിക്കണ്ട കൊച്ച്. കൊച്ചു വലുതാവട്ടെ. ഒരു വയസ്സല്ലേ സ്കൂട്ടി വരെ സൈറ്റ് ബന്ധ ഇയേഴ്സ് വെയിറ്റ് ചെയ്യേ. എന്നിട്ട് മോട്ടോർ സൈക്കിൾ ഒന്നും ഓടിക്കണ്ട, വണ്ടി ഓടിക്കണ്ട. പോരെ, ഇറങ്ങി പോരെ. ബാക്കിലിരിക്കാം നമുക്ക്. വണ്ടി ഓണാക്കി. ചേട്ടായി എടുത്തിരുന്നോ? അങ്ങനെ വരാൻ പറ്റത്തില്ല. അത് പോരണ്ട. മാള് വന്നതേ സൺക്രീം എടുത്ത് വന്നേ. മാള് തൊപ്പി വെക്കണേ. മാലു മാളെ തൊപ്പി വെച്ചവനെ. ഇന്ന് നല്ല വെയില. ഇന്ന് എത്ര ടെമ്പറേച്ചർ അറിയാമോ? 30 ഡിഗ്രി ഇടിക്കുക. 30 ഡിഗ്രി. ഇവിടെ 30 എന്ന് പറയുമ്പോ നല്ല ചൂടാ. വെറുതെ അല്ലല്ലോ എനിക്ക് തലവേദന എടുത്തത്. ആണോ? ഇതിന് തൂത്തായിരുന്നു സൺസ്ക്രീന്. തൂത്തില്ലായിരുന്നു. പപ്പയ്ക്കും തൂക്കണം. അത് മാലി തേക്കി. എസക്കുട്ടി, അതെന്നെ എസക്കുട്ടി? സൺക്രീമാണ്. സൺക്രീം പറഞ്ഞേ. സൺക്രീം. മമ്മിയുടെ വെള്ളം എടുത്തിട്ടാ പറഞ്ഞ കുടിക്കാനേ. ഭയങ്കര ദാഹമുണ്ട്. മുഖത്തൊക്കെ തൂക്കുവാണോ? ചക്കി എന്തി മോനെ? തക്കു അവിടെ പറഞ്ഞുണ്ട്. വണ്ടിക്കകത്ത് കാണിക്കുന്നത് എത്ര ഡിഗ്രി അറിയാം? ചൂടാന്നറിയോ? 30 ഡിഗ്രിയാ. നല്ല പൊള്ളലല്ലേ? പിള്ളേരുടെ മുഖം കണ്ടാലറിയാം അവരസഹിഷ്ണുത. പിള്ളേരെല്ലാം നല്ല ഉറക്കമായിട്ടോ. കാരണം ഇന്നലെ അത്രയധികം അവർ എൻജോയ് ചെയ്തു വെള്ളത്തിനകത്ത്. അത്രയും ക്ലിയർ വാട്ടർ അല്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടക്റ്റും ദൂരത്ത് പിള്ളേർക്ക് ആവശ്യത്തിന് ഇറങ്ങി കളിക്കാൻ പറ്റുന്നൊരു സംഭവം ഫിൻലൻഡിൽ നമ്മൾ റീസെൻ്റ്ലി പോയേക്കണിതല്ലേ. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല വെതറായിരുന്നു, കാറ്റുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അപ്പം അതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ ഉറക്കം അവർക്ക് കുറച്ചുകൂടി കൂടുതൽ രാവിലെ ഉറങ്ങണമായിരുന്നു. കാരണം നമ്മൾ രാത്രി ഉറങ്ങിപ്പിച്ചിട്ട് ലേറ്റായി. അപ്പം അതുകൊണ്ടുകൂടിയായിട്ട് നല്ല ക്ഷീണം, നല്ല ഉറക്കമാണ്. നല്ല രസമുണ്ടല്ലേ പാലം കാണാനായിട്ട്. പോവാം. നമ്മൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും സ്ട്രോബെറി തോട്ടത്തിലെത്തും കേട്ടോ. അപ്പോഴേക്കും അവർ എഴുന്നേക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ പറിച്ച് നമുക്ക് വേഗം തിരിച്ചു പോരാം. നല്ല രസമുണ്ടല്ലേ പാലം തൂങ്ങി. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നല്ല കട്ട വെയിലാട്ടോ. സ്ട്രോബെറി ഉണ്ട്. പക്ഷെ വലിപ്പമുണ്ടെന്ന് അറിയത്തില്ല അല്ലേ? കുറെ ആൾക്കാർ പറിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇന്നും നാളെയാണ് അവര് ഇങ്ങനെ ഓപ്പൺ ഇത് വെച്ചത്. നിറച്ചുണ്ട് ചോദിക്കും. ആൾക്കാർ കേട്ടോ. പക്ഷെ ചെറുതാന്ന് തോന്നുന്നല്ലേ ചേ? സാധാരണ നല്ല വലിപ്പമുള്ളതല്ലായിരുന്നോ? ഇവിടെ വിലയും കുറവുണ്ടേ. ബാക്കി നമ്മൾ അവിടെ $1 കിലോ 1 ലിറ്ററിന് 8.5 യൂറോ എന്തായാലും. പക്ഷെ 100-200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 2 യൂറോയ്ക്ക് വേണ്ടിയിട്ട്. 2 യൂറോ അല്ല കേട്ടോ, നമ്മളൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒപ്പിയും ചെരുപ്പ് എടുത്തോണേ, നല്ല വെയിലുണ്ട്. പഴയ സ്ഥലം സ്ട്രോബെറി പറിച്ചിട്ടുണ്ടേ. നമ്മൾ ഇവിടുന്ന് ബോക്സ് എടുത്തിട്ട് പോവുക.
പറിച്ചുകൊണ്ടിരിക്കുക. കിലോയ്ക്ക് 5.5 യൂറോ ഉള്ളൂ. പേ ചെയ്യുക. നമുക്കൊരു 10 കിലോ പോരെ? നമ്മൾ ഈ വണ്ടിയായിട്ടാണ് പോകുന്നത്. ഈ വണ്ടിക്കകത്ത് ആവശ്യത്തിന് സാധനം പറിച്ചുകൊണ്ട് വരിക. ആവശ്യമില്ലല്ലോ. ഇരിക്കട്ടെ, ഒരു മടുപ്പ് തോന്നുന്നുണ്ടല്ലോ. കുറേ ദൂരം ഉണ്ടല്ലോ പോകാൻ വേണ്ടിയിട്ട്. വാന്ന് മാളിച്ചേച്ചി വണ്ടി വലിക്കുന്നത്. പപ്പയുടെ തോളത്തിരുന്നോ? ഇവിടെ ഒരാള് 100 ഭയങ്കര ക്ഷീണം. ഇന്നലെ എന്തായിരുന്നു 100 ആപ്പിള് അവിടെ ഇല്ല, അത് ക്ലോസ് ആയിപ്പോയി. ഞാൻ എടുക്കാനെ അവിടെ പുള്ളിയില്ലെന്ന് വിചാരിച്ചു കളിക്കുക വണ്ടി. ജോണിക്കുട്ടീനെ പണ്ട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് നമ്മള് സ്ട്രോബെറി തോട്ടത്തിലൂടെ പോയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കളച്ചിക്ക ചുമന്നു എന്റെ കവള്. അല്ല, അവനൊരു കുഞ്ഞു ബൈറ്റ് കൊടുക്കട്ടെ. കുഞ്ഞു ബൈറ്റ് എടുക്ക. ഇപ്പം നല്ല മധുരമുള്ള ആണോ? ഒട്ടും പുളിയില്ല. അമ്പച്ച് നല്ലതാണോ നോക്കിയേ. യമ്മിയാണോ? ജോണിപ്പൊക്കെ വരും. ജോണിക്കുട്ടി അവിടുന്ന് പറിക്കില്ലേ മോനെ? നമുക്ക് പറിക്കേണ്ട സ്ഥലത്ത് പറിക്കാം. അവര് കാണിച്ചു തരും. നല്ല മധുരം കേട്ടോ. ചെല്ലുന്നത് നമ്മളിത് ഫ്രീസർ കയറ്റി വെക്കുന്നോണ്ട് നമ്മൾ നമ്മുടെ ബാക്ക് യാർഡിൽ അടുത്ത തവണ നട്ടു വെച്ചാൽ എല്ലാ വർഷവും ഉണ്ടായി വരില്ലേ? എല്ലാ വർഷവും നടേണ്ട ആവശ്യമില്ല ഇത് അല്ലേ? നമ്മുടെ ലൈന് കാണിച്ച ലൈൻ മാത്രമേ പറിക്കാവുള്ളൂ. ഈ ലൈൻ മാത്രമേ പറിക്കാവുള്ളൂ. അങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. എന്തായാലും ഇല്ലാണ്ട് തന്നെ ഞാൻ എടുക്കുന്നത്. ഞാൻ കളർ ആലോചിച്ചായ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ 10 കിലോയുടെ തീരും. ആളുകൾ കഴിക്കുന്ന പക്ഷെ കാണുന്നില്ലല്ലോ. എല്ലാവരും പറക്കുന്നേ ഉള്ളൂ അല്ലേ? ആരും കഴിക്കുന്ന കാണുന്നില്ല, എല്ലാവരും പറക്കുന്നേ ഉള്ളൂ. സോ സ്വീറ്റ്. നിറഞ്ഞോ? ആള് അങ്ങനെ കേറി ഇറങ്ങി പറിച്ചു പോവല്ലേ? ഒരു സൈഡിൽ നിന്ന് പറിക്കാൻ. ഒരു പുഷ് എംപ്റ്റി ചെയ്തിട്ട് പോ മോനെ. ഏതാ? നല്ല ടേസ്റ്റ് ആട്ടത്. മറ്റേ മാങ്ങിനത്തേക്കാളും നല്ല ടേസ്റ്റ് അല്ല? കഴിഞ്ഞ പ്രാവശ്യം അവര് പറഞ്ഞില്ലേ മാങ്ങിനും ഭയങ്കര ടേസ്റ്റാന്ന്. മോനെ ഇത് തീർന്നിട്ട് അപ്പുറത്തെ നമ്മുടെ ഇത് ഓക്കെ. ജോൺകുട്ടി ഒന്ന് ഭയങ്കര ഇടത്തോടാണ്. ക്ഷീണത്തിൻ്റെ ഉണ്ടോ ഇന്നലത്തെ. പക്ഷെ ഇതൊക്കെ ചെറുതാട്ടോ. ചെറുത് നമ്മളങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഓ എൻ്റെ അമ്മേ, ഇത് കൊണ്ടുവന്നേ. എൻ്റെ ഒരു തിളക്കവും കളർ നോക്കി ചെയ്യാ. സോറി, ഇത് അവിടെ ചെല്ലുമ്പോഴേക്കും വാടിപ്പോവും. നമുക്ക് അതുകൊണ്ട് ഇത് നമ്മളൊന്ന് കഴിച്ചു നോക്കാം. പുള്ളി നിന്ന് മടുത്തിട്ട് പിന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ഇത്രയും ലാവിഷായിട്ടാവും കഴിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വരായിരുന്നു. ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വന്നു. പിള്ളേരുടെ കയ്യിൽ അപ്പോൾ 10 കിലോ എന്നുള്ളത് അതിൽ കൂടുതലാവും തോന്നുന്നു. ഇഷ്ടംപോലെ പറിക്കുന്നുണ്ട്. നല്ലതായിട്ട് വലുതായി, നല്ല മധുരമുണ്ട് കേട്ടോ. ഇന്നലത്തെ നീന്തലും ഇന്നത്തെ സ്ട്രോബെറി പിക്കിങ് കൂടെ ആയപ്പോഴേക്കും എല്ലാവരും ചാരിച്ചിട്ടുണ്ട്. ചെറിയ കാറ്റുണ്ട് ഇപ്പൊ, സുഖമാണല്ലേ? വലിയ സ്ട്രോബെറി കൊതിയാണ് ശരിക്കും. സ്ട്രോബെറി തൊപ്പി അവൻ്റെ തൊപ്പി എൻ്റെ ഏതോ എളിയിലുണ്ടോ നോക്കി. നമ്മളിത്രയാണ് കളക്ട് ചെയ്തത്. കൂട്ടി കഴിച്ച് മടുത്ത് അറിയത്തില്ല. 10 കിലോ കൂടുതൽ നമ്മൾ എടുത്തില്ലേ? വീഴില്ല. ഉടുപ്പെല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട്. മടുത്തവൻ കഴിച്ച് മടുത്തു. ജോണിക്കുട്ടിയുടെ കഴുത്തിന് കൂടി ഇരുന്നാൽ മതി. എത്ര യൂറായി കാണാം? 100 യൂറായോ? അറിയത്തില്ല. 5 കിലോ ഒരു ബോക്സ് ഫുൾ എടുത്ത് 5 കിലോ ആണോ? അറിയത്തില്ല, നോക്കാം.
തല്ല 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 തല്ല. ചേട്ടൻ എടുത്ത് കെട്ടിൽ ഇട്ടാനാ. ചേട്ടൻ സ്ട്രോബെറി തിന്നോപ്പാ. 5,400 ഉണ്ടല്ലേ? 11,400. നമ്മളിതുകൊണ്ട് കാറിന്റെ ബാക്കിൽ വെക്കാം. പക്ഷെ ചിലപ്പോൾ ആവശ്യം പോയിരിക്കും. ഒരു കോഫി കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കയറിയിരിക്കാം. ജ്യൂസ് സിറ്റ് ചെയ്യാം. കൂടുതൽ കുട്ടിക്ക് പോരെ. ഇവിടെ ഇരുന്ന് കുടിക്കുക. കുറച്ചേരം ഇരുന്ന് അവിടെ ഇവിടെ ഇരിക്കും. ജ്യൂസ് കുടിച്ചോ? ഇവിടെ കയറി ഇരിക്കും കുഞ്ഞ്. അവിടെ ഇരുന്ന് മോളെ. ഈ ഇച്ചിരി മുഷിഞ്ഞാലും കുഴപ്പമില്ല അല്ലെ. കഴുകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 15 വർഷമായിട്ടുള്ള ബിസിനസ് ആട്ടോ ഇവരുടെ. 30 വർഷമായിട്ട് അവരുള്ളവരാണ്. 15 വർഷമായി പുള്ളി ഓണറായിട്ട്. ടീമൊക്കെ വാഷ് ചെയ്തിട്ട് പോകാം. നമ്മുടെ കയ്യിലിരുന്നുണ്ട്. അവിടെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. കൊച്ചു പിന്നെ ഒന്ന് പിടിക്കും. മമ്മക്ക് വാഷ് ചെയ്ത് തരാം വെയിറ്റ് ചെയ്യാം. നമ്മളെ സ്ട്രോബെറിക്കകത്ത് ആഡ് ചെയ്യും. പിന്നെ സ്മൂതി അടിക്കും. ഓറഞ്ചിനകത്ത് ആഡ് ചെയ്യും. സ്മൂതി അടിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ടും പാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രഷ് സ്ട്രോബെറീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഫ്രോസൺ ആണെങ്കിലും അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇട്ട നല്ലതല്ലേ. മറ്റോടത്ത് എടുക്കുമായിരുന്നു ലാഭം. ഇത്ര ദൂരം വന്നുകൊണ്ട് ലാഭം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ വില കൂടുതലല്ല അല്ലേ. അന്ന് നമ്മളാ വന്നപ്പം എടുത്തൊരു ചെറിയ ബോക്സിൽ 1/2 കിലോ പോലും ഇല്ലായിരുന്നു. അത്രയും 1/2 കിലോയുടെ കുഞ്ഞു ബോക്സ്. അതിന് തന്നെ 8.5 യൂറോ ആയിരുന്നു. ഇത് കിലോയ്ക്ക് 5 യൂറോ അല്ലേ. അപ്പൊ വലിയ നഷ്ടം നമ്മൾ യൂസ് ചെയ്യണ ആയതുകൊണ്ട് കേട്ടോ നമുക്ക് അത്ര വർത്തായിട്ട് തോന്നിയത്. ഇതിന്റെ മണമാണോ? നല്ല മണം വന്നില്ലേ? ആദ്യമായിട്ട് പ്രാർത്ഥിക്കണം 3 കാര്യം കേട്ടോ. ഇവിടെ ആക്ച്വലി 1850 പള്ളിയാണ്. ഫോട്ടോ എടുത്തിട്ട് ഫിൻലൻഡിലുള്ള എല്ലാ സെമിത്തേരിയും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. സമ്മറിലാണെങ്കിൽ എല്ലായിടത്തും പൂക്കളുണ്ടാവും. വിൻ്ററിൽ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. സമ്മറിൽ ഒത്തിരി സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. എല്ലായിടത്തും നല്ല പൂക്കളൊക്കെ. ഇത് ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചേക്കുന്നതാണ്. ചിലർ റിലേറ്റീവ്സ് വരും. ചില റിലേറ്റീവ്സ് വന്നില്ലെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവും. ഇവരെ ജോലിയൊക്കെ കിട്ടി ഇവര് ഫിൻലൻഡിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ നമ്മള് പ്രായമായി കഴിഞ്ഞ് നമ്മൾ മരിക്കല്ലേ. അന്നേരം നമ്മൾ അടക്കണത് ഇവിടുത്തെ ഏതെങ്കിലും പള്ളിയിലായിരിക്കില്ലേ. അധികം നാട്ടിൽ കൊണ്ടടക്കണോ? ഇവിടെ ഇത് വിയർഡ് കാര്യം. എന്റെ മോനോട് ഇടയ്ക്കൊക്കെ വന്നൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഇച്ചിരി പൂക്കളൊക്കെ വെച്ചേക്കണേ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ടല്ലോ. എത്ര അകന്ന ബന്ധുക്കൾ മരിച്ചാൽ പോലും ഇവർക്ക് സമയം കിട്ടുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വരും. ക്യാൻഡിൽ വെക്കും. നമ്മളെല്ലാരും മരിക്കും. ആ കാര്യത്തില് നമ്മള് സമ്പന്നരാ. നമുക്ക് 4 മക്കളില്ല അല്ലേ. പുറത്ത് വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കോ? ഇടാൻ പറ്റുമോ? നമ്മള് സോഫ്റ്റ് മേടിക്കുന്നത്. ഇവിടെ ഇടാൻ പറ്റില്ല. സ്ട്രോബെറി ഒക്കെ വയറൊക്കെ ഇതായിട്ടിരിക്കുക. മാളൂന് ഓറിയോ 5.50 വെച്ചായി ഒരു ബോളിന്. ഒരു ബോളിന് ചുമ്മാ പൈസ. അവര് ഇത് ചെയ്യുമെന്ന് തോന്നുന്നു. പോയിട്ട് വരാം. സ്പൂണിൽ കോരിപ്പെടുത്ത് ബാക്കി വേണ്ട. അവനിങ്ങനെ നക്കി കഴിക്കണതാണ് വേണ്ടത്. അത് കയ്യിൽ ഒടിഞ്ഞു പോവില്ല. അത് ഒടിഞ്ഞു പോവും. ഈ ചോയെ ആക്കിന്ന് പറയാൻ പോവും. ഓക്കെ ആക്കി മുറുക്കെ പിടിക്കണേ. 1 കിലോയേ ഉണ്ട് അവനെ വെച്ച് നോക്കുമ്പോ. ആക്കി ഐസ്ക്രീമാണ് അവനാക്കി. മോൻ കഴിച്ചോ? അടുത്ത ക്രിസ്മസ് അപ്പൂപ്പൻ കഴിച്ചോ.
ജോണിക്കുട്ടി ആണെങ്കിൽ അസക്കുട്ടിയുടെ മടി കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ? ഇറങ്ങാം നമുക്ക്. എനിക്ക് എന്തോ ഫീൽ ചെയ്തേ. അവനാണെങ്കിൽ എന്റെ ഇവിടെ പിടിച്ചോണ്ട് കിടന്നു കണ്ടോ. എനിക്ക് മനസ്സിലാവാത്ത. എനിക്ക് 2 കാലം നിക്കാൻ പറ്റില്ല, അത്ര ടയർഡാ. പിടിക്കടാ, നീ എടുക്കടാ. എല്ലാരും നേരെ പോയി കുളിക്കാനുള്ള പരിപാടി നോക്കും. ഞാൻ അസക്കുട്ടിനെ കുളിപ്പിക്കാം. ചെക്ക് വെച്ച് കഞ്ഞി ഇത് ആണ്ടോ ശരിക്കും പഴുത്തേക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മള് മറ്റേ ബാഗിനകത്താക്കി ഫ്രോസ്റ്റിനകത്ത് വെക്കണം ചിക്കു. സ്ട്രോബെറി ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ടവലിലോട്ട് വെക്കുന്നു. ജോണിക്കുട്ടി അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് ബാഗിലോട്ട് കയറ്റുന്നു. അപ്പൊ റെസിപ്പി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും പപ്പ തക്കാളിക്കറി ഉണ്ടാക്കുന്നു. മമ്മ അരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കഞ്ഞി ഇപ്പൊ റെഡിയാവും. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് കുളി കഴിയുന്നു. അപ്പം കഴിക്കുന്നു, കളി കാണുന്നു. ഇന്ന് ഫുട്ബോൾ കളി ഉണ്ട് കേട്ടോ. നാളെ ഓഫായോണ്ട് എനിക്ക് ഓഫാണ്. ഫ്രാൻസും സ്പെയിനും. പക്ഷെ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഉണ്ട്. സ്ട്രോബെറി നമ്മൾ വാഷ് ചെയ്തിട്ട് അതിന്റെ നടുപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിന് വെക്കുന്നത്. വെള്ളം കളഞ്ഞിട്ട് 3 ബാഗ് റെഡി ആയിട്ടുണ്ട്. 3 ബാഗ് അല്ലേ? ഇനി അപ്പുറം ഇരിക്കുന്നത് വാഷ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതാണ്. 2.5 ലിറ്ററിന്റെ എത്ര 1 2 3 4 5 6 ബാഗ് ഫുൾ ഉണ്ട്. പിന്നെ നമ്മള് ഒരു ലിറ്ററിന്റെ 1.5 ലിറ്ററിന്റെ നമ്മൾ 1.200 എൻ്റെ നമ്മൾ മാറ്റി ഫ്രഷ് ആയിട്ട് ഇച്ചിരി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം നാളെ ഇവർക്ക് വഫിൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വെക്കണം. മറ്റേതെല്ലാം ഫ്രീസറിൽ ബാഗ് കെട്ടാൻ പോവാണ്. അപ്പോൾ 1 വർഷത്തേക്കുള്ള അടുത്ത വർഷം വരെയുള്ള കരിമ സെറ്റ്. ബ്ലൂബെറി നമുക്ക് കിട്ടുന്നതനുസരിച്ചിരിക്കും. ഹെയർ ടൈറ്റ് ആക്കിയാണ്. അതായത് ഈ സംഭവങ്ങള് നമ്മൾ ഓരോ ബെറീസ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവം. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഓക്കെ എയർ കളഞ്ഞു വെച്ചായിരുന്നെങ്കിലേ അല്ലെ എൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഫ്രീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഷേപ്പ് ചേഞ്ച് ആയിപ്പോകും. ഒരു കാര്യം ചെയ്യും. 2 ദിവസം നമ്മൾ വീട്ടിൽ മാറി നിന്നിട്ടുണ്ടല്ലോ. ഇച്ചിരി ചോറും സിമ്പിളായിട്ടുള്ള കറി മതിയേ. പരിപ്പ് കറി, തൈര്, ചിക്കൻ, മീനച്ചാറ്, തൈര് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിടുത്തം. കൊച്ചിന് അച്ചാർ വേണമെന്ന് പപ്പടം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തായിരുന്നു. അവന്റെ ഫുഡ് കൊടുത്താ ഫിഷിന്റെ ഫുഡ് കൊടുത്തായിരുന്നു. സീറ്റ് നനഞ്ഞിരിക്കുകയാണോ? അപ്പൊ നമ്മള് അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഫുട്ബോളുകൾ ഇവർ കണ്ടോണ്ടിരിക്കുന്നു. ഹെവി അത്താഴമായി പോട്ടെന്ന്. ചോറ് പരിപ്പറി എനിക്ക് വീട് വിട്ട് ഒരു ദിവസം ഇങ്ങനെ മാറി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ചോറ് വേണം. അത് ഈ ഇടയ്ക്ക് തുടങ്ങിയ സംഭവം കേട്ടോ. നാട്ടിൽ പോയിട്ട് അല്ലേ? ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടാ? ബൈ ബൈ. എല്ലാം ചാൻസ് യൂസ് ചെയ്യാം.